നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ജൽജീവൻ പദ്ധതിയുടെ ജലസംഭരണിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലത്തിൽ LDF-UDF പോര്. DCC സെക്രട്ടറി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി MLA. ആരോപണം വ്യാജ പ്രചരണമാണെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ കൊടകര പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കനത്ത നാശം. കൊയ്ത്തിന് പാകമായ നെല്ല് വെള്ളക്കെട്ടിലായതോടെ കർഷകർ ആശങ്കയിൽ. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ നന്ദിപുലത്തെ കാർഷിക മേഖലയിൽ നാശനഷ്ടം. 250 വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയ കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ട് CPM അളഗപ്പനഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ജൽജീവൻ പദ്ധതിയുടെ ജലസംഭരണിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലത്തിൽ LDF-UDF പോര്. DCC സെക്രട്ടറി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി MLA. ആരോപണം വ്യാജ പ്രചരണമാണെന്ന് കോൺഗ്രസ്. പുതുക്കാട് മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ നടപ്പാക്കുന്ന ജൽജീവൻ പദ്ധതി DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് KK രാമചന്ദ്രൻ MLAയും LDF നേതാക്കളും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പദ്ധതിയുടെ ജലസംഭരണിക്കായി വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ മാട്ടുമലയിലുള്ള ബാബുരാജിന്റെ 1.5 ഏക്കർ സ്ഥലമാണ് കണ്ടെത്തിയത്. 1.25 ഏക്കർ സർക്കാർ നിശ്ചയിക്കുന്ന തുകയ്ക്കും 25 സെന്റ് സ്ഥലം സൗജന്യമായും വിട്ടു നൽകാമെന്നും ബാബുരാജ് സമ്മതിച്ചിരുന്നു. ഇതുപ്രകാരം മറ്റത്തൂർ, വരന്തരപ്പിള്ളി, അളഗപ്പനഗർ, കൊടകര പഞ്ചായത്തുകൾ ചേർന്ന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി നടത്തിയ സർവേയിൽ ഈ സ്ഥലം പുറമ്പോക്കാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് പുറമ്പോക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി തടസ്സപ്പെടുത്താൻ ബാബുരാജ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ചതായും നേതാക്കൾ പറഞ്ഞു. പിന്നീട് ഇതിനോട് ചേർന്നുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നെങ്കിലും അധിക സാമ്പത്തിക ചെലവുണ്ടാകുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ജലജീവൻ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബാബുരാജിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന KM ബാബുരാജും UDF നേതാക്കളും പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM കൊടകര ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ KK രാമചന്ദ്രൻ MLA, LDF നിയോജക മണ്ഡലം കൺവീനർ TA രാമകൃഷ്ണൻ, CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, രാഘവൻ മുളങ്ങാടൻ, ജോർജ് താഴേക്കാടൻ, TI സേവ്യർ എന്നിവർ പങ്കെടുത്തു. അങ്ങനെ പുറമ്പോക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭൂമിയിൽ നിന്നാണ് 25 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തരാൻ പോകണമെന്ന് നമുക്കറിയില്ലായിരുന്നു. മനസ്സിലാവണ്ട. സർക്കാരിന്റെ ഭൂമി ആരും ഫ്രീ ആയിട്ട് തരേണ്ട കാര്യമില്ല, വിലയ്ക്കും തരേണ്ട കാര്യമില്ല. സർക്കാരിന്റെ ഭൂമി സർക്കാരിൻ്റെതാണെന്ന് സർക്കാർ നിശ്ചയിക്കട്ടെ, സർക്കാരിന്റെ ഭാഗമായിട്ട് സംവിധാനങ്ങൾ നിശ്ചയിക്കട്ടെ. അത് ഏത് സർക്കാരാണെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കട്ടെ. ഇനിയിപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കുന്നത് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ കേസിന് പോകണമെന്ന് നമ്മൾ എതിരല്ല. നിയമപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് നോക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം, അദ്ദേഹം നേരെ പോയി ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെക്കാൻ വേണ്ടിയുള്ള സ്റ്റേ മേടിക്കുക. 9/9/2025 ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു. അപ്പോൾ ഈ കാര്യം ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേ നിൽക്കുന്ന സ്ഥലം ഇനി നമുക്ക് പദ്ധതി തുടരണമല്ലോ. അപ്പോൾ വേറൊരു സ്ഥലം അദ്ദേഹത്തിൻ്റെ തന്നെ അതിൻ്റെ കൂടെയുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാം എന്ന നിലയിലുള്ള അഭിപ്രായം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോൾ സർക്കാരിൻ്റെ സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലമുള്ളപ്പോൾ വേറൊരു സ്ഥലം വില കൊടുത്ത് എടുക്കുക എന്ന് പറയുമ്പോൾ
അതൊരു പ്രശ്നമായി മാറും. ആണെന്ന് തെളിയിക്കാൻ വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് രേഖ കൊടുക്കണമല്ലോ. അയാളുടെ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ രേഖ കൊടുക്കണം. ഈ രണ്ട് രേഖകളും പരിശോധിച്ച് അതിലേതാണ് ശരി. റവന്യൂവിന്റെ രേഖയിൽ പുറമ്പോക്കാണെന്ന് പറഞ്ഞാൽ അത് പുറമ്പോക്ക് തന്നെയാണ്. അതായത് 75 കൊല്ലമായി ഞങ്ങൾ ഈ ഭൂമിയിൽ റബ്ബർ കൃഷി ചെയ്യണമെന്നൊക്കെയാണ് അവർ പറയണത്. കൊല്ലം എത്രയെന്നുള്ളത് നല്ല പ്രശ്നം. ഭൂമി പുറമ്പോക്കാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഭൂമിയുടെ ഉടമസ്ഥൻ്റെ ഉണ്ട്. റവന്യൂ പുറമ്പോക്കാണെന്നുള്ളതിന്റെ ഉത്തരവാദിത്വം റവന്യൂ തെളിയിക്കണം. ഇത് രണ്ടുമാണ് കോടതി പരിഗണിക്കണത്. ഇതിൽ നമുക്ക് സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, MLAക്ക് ഒന്നും ചെയ്യാനില്ല. MLA പോയി കളക്ടറോട് പറഞ്ഞ് പുറമ്പോക്ക ഈ രാജ്യം മുഴുവൻ പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കണം MLA പോയി പറഞ്ഞ് കളക്ട് ചെയ്യുമോ? ഇതൊക്കെയാണ് ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പലിക്കാട്ടിക്കര പാലം അവർ കളിയാക്കേണ്ടായത്. അടിയിൽ തൂണില്ലാത്തൊരു പാലം ഇന്ത്യയിൽ ഇല്ലാതെ പറയുന്നത്. അപ്പൊ അത്രയും വികസനം കൊണ്ടുവന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി സർക്കാർ അതില്ലാന്ന് പറഞ്ഞത് ശരിയല്ല എന്നുള്ള നിലപാടിൽ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇത് ചൂണ്ടിക്കാട്ടാൻ പറ്റില്ല. പാലം ചരിത്രത്തിൽ ഏതെങ്കിലും UDF പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പുതുക്കാട് മണ്ഡലത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ നാട്ടിലിറങ്ങി നടക്കുന്ന ഏതൊരു മനുഷ്യനും അവരുടെ കണ്ണിൽ കാണാൻ കഴിയുന്നതാണ് ഈ വികസന പ്രവർത്തനങ്ങൾ. കാരണം വികസന പ്രവർത്തനങ്ങൾ UDF എങ്ങനെ കാണുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ ഗ്രാമീണ മേഖലയിലെ റോഡുകളടക്കം, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകൾ, ഏറ്റവും മികച്ച വിദ്യാലയങ്ങളായി മാറിയിരിക്കുന്ന നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾ, അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങൾ, നമ്മുടെ പ്രധാനമായും നേരത്തെ MLA പറഞ്ഞല്ലോ, വടകര ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലും കോടാലിയിലുള്ള മറ്റത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററൊക്കെ എത്രയെത്ര, അതുപോലെ തന്നെ പ്രാഥമികമായി നിൽക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ എത്ര മികവായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് നമ്മുടെ ഈ പദ്ധതി. ഈ പദ്ധതിയിലേക്ക് വേണ്ടി 220 കോടി രൂപയോളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ പദ്ധതിനെ എങ്ങനെയും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഫണ്ട് ലാപ്സാവുക എന്നുള്ള കാര്യമാണ്. 5 പഞ്ചായത്തുകളുടെ കുടിവെള്ളം, സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന മുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു ജനപ്രതിനിധിയും ഒരു പഞ്ചായത്തിൻ്റെ മുൻ നാഥനുമായിട്ടുള്ള ബാബുരാജ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിന് സ്പഷ്ടമാണ്. ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ആ പദ്ധതി 15 കൊല്ലത്തോളം അവിടെ കിട്ടും. അയ്യപ്പമൊന്നും അവിടെ പണിയാൻ പറ്റാത്തൊരവസ്ഥയില്ല. രവീന്ദ്ര മാഷ് മന്ത്രിയായി ആ പദ്ധതി, ആ പ്രോജക്റ്റ് വലിയൊരു ഭരതയിലും അവിടെ ഈ ഇതിൻ്റെ ഉദ്ഘാടനം രവീന്ദ്ര മാഷ്ക്ക് നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ തൃക്കൂരൂർ പാലം, അത് കണ്ടറിയാം, MLA നമ്മളൊക്കെ പോകണമെന്ന് അറിയാം. പാലം പണിത് KP വിശ്വനാഥൻ, പക്ഷെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പറ്റിയില്ല അവർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട്. ഇത്രയും വലിയൊരു പാലം ഈ കാലഘട്ടത്തിൽ, പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കൊക്കെ വലിയൊരു അഭിമാനമാണ്. ഞങ്ങളൊക്കെ MLAയുടെ വീട്ടിൽ അവർക്ക് രാത്രിയൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു അടച്ചാൽ പോലെയുള്ള ഒരു പാലാണ്. സൈക്കിൾ തന്നെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ട്. അത് ഇത്രയും വലിയ സൗകര്യങ്ങളാക്കി തന്നതാണ് പിണറായി സർക്കാരിൻ്റെയും MLAയുടെയും രവീന്ദ്ര മാഷയുടെയും പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത്. വരന്തരപ്പള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും മറ്റ് 3 പഞ്ചായത്തുകൾക്ക് ഭാഗികമായും പ്രയോജനം ലഭിക്കുന്ന ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഗുണകരമായ പദ്ധതി 2024 പ്രവർത്തനം ആരംഭിച്ച പദ്ധതി തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സമരം സംഘടിപ്പിച്ചത്. ആ സമരം സംഘടിപ്പിച്ചതിനെ തുടർന്ന് ബാബുരാജിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് UDF നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നുണയാണ് എന്ന കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജൽ ജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മാട്ടുമലയിൽ ജലസംഭരണി നിർമ്മിക്കാൻ സ്ഥലം വിട്ടുകൊടുക്കുന്നില്ലെന്ന ആരോപണം LDFന്റെ വ്യാജ പ്രചരണമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2024 പദ്ധതി വന്നപ്പോൾ മറ്റൊരിടത്തും സ്ഥലം ലഭിക്കാത്തതിനാൽ മാട്ടുമലയിലെ തന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം വിട്ടു നൽകാമെന്ന് അധികൃതരെ അറിയിച്ചിരുന്നതായും DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയിരുന്നതായും ബാബുരാജ് പറഞ്ഞു. ഭൂമിയുടെ സർവേ നമ്പറിലുണ്ടായിരുന്ന വ്യത്യാസം മൂലം പദ്ധതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ അനുയോജ്യമായ സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിഞ്ഞ നവംബർ 1 മുകുന്ദപുരം തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമാകുകയും സ്ഥലത്തിന്റെ
രേഖകളും സ്കെച്ചും ജല അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്തു. ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ട് തനിക്കെതിരെ LDF വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ബാബുരാജ് ആരോപിച്ചു. പദ്ധതിക്കാവശ്യമായ 1.5 ഏക്കർ ഭൂമിയിൽ 25 സെന്റ് സ്ഥലം സൗജന്യമായി നൽകാമെന്ന് ജില്ലാ കളക്ടറെ രേഖാമൂലം അറിയിച്ചതായും ബാബുരാജ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ വ്യാജ പ്രചരണവും സമരവും നടത്തുന്നത് LDFന്റെ പരാജയഭീതി മൂലമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KM ബാബുരാജ്, K ഗോപാലകൃഷ്ണൻ, UDF പുതുക്കാട് മണ്ഡലം ചെയർമാൻ KL ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരേൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജലജീവൻ പദ്ധതിയുടെ വാട്ടർ ടാങ്ക് പണിയുന്നതിനെ സംബന്ധിച്ച് ഉള്ള സ്ഥലത്തിന്റെ തർക്കത്തെ സംബന്ധിച്ച് DCC ജനറൽ സെക്രട്ടറി ഞാൻ ആ സ്ഥലം പുറമ്പോക്കായി കൈവശം കയ്യേറി എന്ന് പറഞ്ഞിട്ട് LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്ന ഒരു ധർണയുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഒരു മറുപടിക്കാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. 2024 കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച ജലജീവൻ പദ്ധതി ഇവിടെ പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ മറ്റ് വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളും വിവിധ പഞ്ചായത്തുകളിൽ പരിശോധന നടത്തിയപ്പോൾ സ്ഥലം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതി ഏറ്റെടുക്കുന്നതിന് വേണ്ടി എൻ്റെ ഉടമസ്ഥയിലുള്ള പനന്തരപ്പള്ളി പഞ്ചായത്തിലെ സൂര്യഗ്രാമം പ്രദേശത്തുള്ള 7 ഏക്കർ സ്ഥലം അതിൽ നിന്ന് 1.5 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചിരുന്നു. 25 സെന്റ് സൗജന്യമായും മറ്റതിന് സർക്കാരിന്റെ വില നിശ്ചയിച്ചുകൊണ്ടുമാണ് അന്ന് ആ കാര്യങ്ങളെല്ലാം പദ്ധതിയാക്കി 4 പഞ്ചായത്തുകൾ പണം വയ്ക്കുകയും അതിന് നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ സാറ്റലൈറ്റ് സർവേ അനുസരിച്ച് ആ പ്രദേശത്ത് ഭൂമി അളന്നപ്പോൾ അതിന്റെ ആധാരങ്ങളിൽ സർവേ നമ്പറിൽ വ്യത്യാസം കണ്ടതുകൊണ്ട് അതിന് വില തരാൻ സാധിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചു. അപ്പൊ അതനുസരിച്ച് ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ സ്ഥലം MLA ഈ സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്നും ഇത് വിട്ടുകിട്ടണമെന്നും പറഞ്ഞ് ജില്ലാ കളക്ടറെ കൊണ്ട് ഒരു ഓർഡർ ഇടിച്ചു. ആ ഓർഡർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള രേഖകൾ സമർപ്പിക്കുന്നത് വരെ അത് സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്. ഇത് നീണ്ടുപോയ സമയം ഞാൻ തന്നെ ഈ പദ്ധതി ഞാൻ ഏറ്റെടുത്ത് കൊണ്ടുവന്നുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കണമെന്നും കുടിവെള്ളം ഈ പദ്ധതി നഷ്ടപ്പെടാതെ ജനങ്ങൾക്ക് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്റെ മറ്റ് സ്ഥലങ്ങളിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം 1.5 ഏക്കർ ഇതുപോലെ തന്നെ കണ്ടീഷനിൽ കൊടുക്കാൻ തീരുമാനിക്കുകയും കളക്ടറുടെ നേതൃത്വത്തിൽ RDO വിളിച്ച് മീറ്റിംഗിൽ വെച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സർവേ ഡിപ്പാർട്ട്മെന്റ് സ്കെച്ച് തയ്യാറാക്കുകയും വാട്ടർ അതോറിറ്റി എഞ്ചിനീയേഴ്സും ബന്ധപ്പെട്ട അധികാരികളൊക്കെ വന്ന് പരിശോധന നടത്തി അത് ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. 2 മാസം കഴിഞ്ഞാൽ കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും അതാത് MLA-മാർ തങ്ങൾ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ജനങ്ങളോട് പറയുന്നത്. അതിന്റെ ഭാഗമായി KK രാമചന്ദ്രൻ എന്ന MLA-ക്കും പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോടും ജനങ്ങളോടും താൻ കഴിഞ്ഞ 5 വർഷം ഈ നിയോജക മണ്ഡലത്തിൽ ചെലവ് ചെയ്ത തുകയെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ പറയാൻ കഴിയും. എന്നാൽ അതൊന്നും പറയാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് നേരിട്ട് ഒരു പദ്ധതിയോ ഒരു പ്രഖ്യാപനമോ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇത്തരം തെറ്റായ രീതിയിൽ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്ക് ചോദിക്കാനുണ്ട്. കഴിഞ്ഞ 20 വർഷമായി മുടങ്ങിക്കിടക്കുന്ന തോട്ടുമുഖ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ജനങ്ങൾക്ക് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ജലജീവൻ പദ്ധതിയുടെ പേരിൽ ബഹുമാനായ സ്ഥലം MLA എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് പൊന്തിച്ചുകൊണ്ട് വരാറുണ്ട്. ബഹുമാനപ്പെട്ട DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കുപ്രചാരണമാണ്. ഇതിനു മുൻപ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുള്ളതാണ്. എല്ലാവർക്കും വളരെ സുതാര്യമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഭൂമി വിട്ടുകൊടുത്ത് എല്ലാ നടപടിക്രമങ്ങളും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട KM ബാബുരാജ് തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തും ആ പദ്ധതി 100% അത് നടപ്പാക്കുമെന്ന് കൃത്യമായി ശ്രീ KM ബാബുരാജ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെയാണ് ഈ കേന്ദ്ര പദ്ധതി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തതും അതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം ചെയ്തു. MLA-ക്കുന്നതിൽ യാതൊരു റോളില്ലെന്ന് നമുക്കറിയാം.
പക്ഷേ കെ ബാബുരാജിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ കുപ്രചാരം നടത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ആ പണി പൂർത്തീകരിക്കാൻ എത്ര കാലത്തിന് ശേഷം അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇതുപോലെ വില കുറഞ്ഞ ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ച് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് എൽഡിഎഫിന്റെ ഭാഗത്ത് നടന്നു വരുന്നത്. അതിന് ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴ കൊടകര പഞ്ചായത്തിലെ പാടങ്ങളിൽ കൊയ്ത്തിന് പാകമായ നെല്ല് വെള്ളത്തിൽ വീഴാനിടയായി. കൊടകര പഞ്ചായത്തിലെ മനക്കുളങ്ങര, അട്ടക്കുഴിപ്പാടം എന്നീ പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നിലത്തിലെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. മഴ തുടർന്നാൽ പാടശേഖരങ്ങളിൽ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുകയും വീണുകിടക്കുന്ന നെൽച്ചെടികളിലെ കതിർമണികൾ മുളച്ചു നശിക്കാൻ ഇടയാവുകയും ചെയ്യുമെന്ന് ആശങ്കയിലാണ് കർഷകർ. പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ചെളിയിൽ ഇറങ്ങുന്ന തരത്തിലുള്ള യന്ത്രം എത്തിച്ച് കൊയ്ത്ത് നടത്തിയാൽ വൈക്കോൽ നഷ്ടപ്പെടുമെന്ന് കർഷകർ പറയുന്നു. മാത്രമല്ല, കൊയ്ത്തിന് ചെലവേറുകയും ചെയ്യും. അടുത്ത ഏതാനും ദിവസങ്ങളിൽ കൂടി വേനൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കർഷക മനസ്സുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറയ്ക്കുകയാണ്. മഴ മൂലം വിളഞ്ഞ നെല്ല് വെള്ളത്തിൽ വീണ പാടശേഖരങ്ങൾ കൊടകര കൃഷി ഓഫീസർ നയനതാര സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ശനിയാഴ്ച കൊയ്ത്ത് പൂർത്തിയായെങ്കിലും പാടത്ത് സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയി. മഴ തുടർന്നാൽ വൈക്കോൽ നശിച്ചു പോകുമെന്നാണ് കർഷകരുടെ ആശങ്ക. 20 ഏക്കർ കൃഷി നശിച്ചിട്ടുണ്ട് ഇന്നലത്തെ മഴയിൽ. പിന്നെ വെള്ളം മുങ്ങി കംപ്ലീറ്റ് മുങ്ങി കിടക്കുക നെല്ല് മൊത്തം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ ഒരു ലീലാവിലാസങ്ങൾ. ഈ പാടശേഖരത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ആളാണ് സന്തോഷ്. പിന്നെ സുബ്രേട്ട, പിന്നെ ഞാനാണ് ചെയ്യണത്. ഞങ്ങളുടെയൊക്കെ കൃഷി ഇന്നലത്തെ മഴയിൽ വീണ് പോവാണ് ഉണ്ടായത്. 1 ഏക്കർ കൃഷി ചെയ്ത് കൊയ്ത് കയറാനായിട്ട് എല്ലാവരും പറയും കൃഷി ഭയങ്കര ലാഭകരമാണെന്ന് പറയും. 1 ഏക്കർ കൃഷി ചെയ്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കയറി പോരണമെങ്കിൽ 47,000 രൂപ 1 ഏക്കറയ്ക്ക് ചിലവ് വരുന്നുണ്ട്. നമുക്ക് നെല്ലിന് കിട്ടുന്നത് ഇപ്പോൾ ഗവൺമെൻറ് പൈസ കൂട്ടിയിട്ടുണ്ട്. 1 കിലോന് 30 രൂപയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് സഹായം ഉണ്ട്. അന്നേരം ഇപ്പോൾ കണ്ടില്ലേ മഴ പെയ്ത് ആകെ ഇന്നലത്തെ മഴയിൽ എല്ലാവരും നെല്ലും ആകെ വീണ അമ്പി പോവാണ്. ഇനി അത് കൊയ്താൽ അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് നമുക്ക് കിട്ടാൻ പോണത്. അതിൻ്റെ മേലൊന്നും കിട്ടാൻ പോകണില്ല. വൈക്കോലും നശിക്കും, നെല്ലിൻ്റെ എന്തായാലും 3/4 ഭാഗം നശിച്ച് പോവാണ് ചെയ്യണത്. അതിനോട് വർദ്ധിച്ചു വരുന്ന കൂലിച്ചെലവ്. ഒരു പണിക്കാരനെ വിളിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1000 രൂപയാണ് ഇപ്പോഴത്തെ ചിലവും കൂലിച്ചെലവ് തന്നെ വരുന്നത്. പിന്നെ നെല്ല് കയറ്റാനായിട്ട് 1 കിലോ നെല്ല് കയറ്റണമെങ്കിൽ യൂണിയൻകാർക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് 80 പൈസയാണ് കൂലിച്ചെലവ് അടിക്കുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പൈസകളും ഇതൊക്കെയാണ്. കർഷകന് ഗവൺമെൻറ് സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പഞ്ചായത്താണെങ്കിലും മറ്റ് ഗവൺമെൻറ്റിനായാലും നല്ല സഹായങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊരു ഏക്കറയ്ക്ക് നമുക്കൊരു നെല്ലിപ്പോൾ കൊയ്ത് വരികയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടാൻ പോണതൊരു 2 ടൺ നെല്ലാണ്. അത് 2000 കിലോ നെല്ലാണ് 1 ഏക്കറയ്ക്ക് വരാൻ പോണത്. അപ്പോൾ തന്നെ നോക്കുമ്പോൾ വലിയ ലാഭകരമല്ല ഇപ്പോഴത്തെ ഇതിലും കൃഷി. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ നന്ദിപുലം മേഖലയിൽ കനത്ത നാശനഷ്ടം. നന്ദിപുലം വാർഡിലെ കരുമാലി പത്മനാഭന്റെ 250 വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. 6 മാസം പ്രായമുള്ള കുലവന്ന വാഴകളാണ് ഒടിഞ്ഞു വീണത്. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, പഞ്ചായത്ത് അംഗം മെൽബിൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കലൂർ ആലയങ്ങാട് ബത്ലഹേം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഏരിയ കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MP റാഫി അധ്യക്ഷത വഹിച്ചു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിവിധ ആവശ്യങ്ങളാണ് യോഗം മുന്നോട്ട് വച്ചത്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ സർവീസ് പെൻഷനായി ഉയർത്തണമെന്നും ഒറ്റത്തവണ സഹായമായി 15,000 രൂപ അനുവദിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൂടാതെ ESI ആനുകൂല്യം തൊഴിലാളികൾക്ക് ലഭ്യമാക്കണമെന്നും പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിൽ ഇതിന് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി ലിമി സന്തോഷ്, PU സുജാത, റീന ബാബു, VK ദേവി,
ബിൻസി ലിജോ, നിമിത മഹേഷ്, ദിവ്യ സുഭാഷ്, സിമി കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായും സർക്കാർ തരാം എന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് ലഭ്യമല്ലാത്ത രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്നതിന് ഒരുപറ്റം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അതിന്റെ പിന്നിൽ. കാരണം ബോർഡ് ചേർന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ്. ക്ഷേമനിധി ബോർഡുകളിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മറ്റ് ഗവൺമെന്റ് വകുപ്പുകളിൽ നിന്ന് ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷനിൽ വന്ന് ഇവിടെ ഇരുന്ന് ഭരിച്ച് സുഖിച്ച് ജീവിക്കാമെന്ന് വെച്ചവന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിലാളികളുടെ എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ളതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അമ്പലൂർ ഏരിയയുടെ കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അമ്പലൂർ ഏരിയയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റികളില് വളരെ കാര്യക്ഷമതയോടുകൂടി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഏരിയയാണെന്നാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2400 അംഗങ്ങളുള്ള നമ്മുടെ ഈ ഏരിയയില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എസ്എച്ച്ജി കൺവീനർമാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നമ്മുടെ ഈ സംഘടന ഇത്രത്തോളം കെട്ടി വരുവാനുണ്ടായ കാരണം. ആഴ്ചയിൽ 6 ദിവസം ജില്ലയിലെ എല്ലാ കാര്യങ്ങളും കണക്കുകളും വളരെ സൂക്ഷ്മമായി നിർവഹിച്ച് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുന്ന നമുക്ക് ഏറെ പ്രിയങ്കരിയായി നമ്മുടെ ഏതാവശ്യങ്ങൾക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഇന്നത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന ഈ വിലയേറിയ സമയം മാറ്റിവെച്ച് വിഷുവിന് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ട് CPM അളഗപ്പനഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. വിഷുവിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി 100 വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിക്കാനാണ് ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം. സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ നിർവഹിച്ചു. വരാക്കര ഐനിക്കമൂലയിലാണ് സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. വിപണിയിലെ വിഷം കലർന്ന പച്ചക്കറികൾക്ക് പകരമായി തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ വീടുകളിൽ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ലോക്കൽ സെക്രട്ടറി PV ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി പരിധിയിലെ തിരഞ്ഞെടുത്ത 100 വീടുകളിലാണ് ആദ്യഘട്ടത്തിൽ അടുക്കളത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വിഷുക്കാലമാകുമ്പോഴേക്കും സദ്യക്കാവശ്യമായ പച്ചക്കറികൾ ഓരോ വീട്ടിലും വിളവെടുക്കാൻ പാകത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. MR രഞ്ജിത്ത്, PK ഫ്രാൻസിസ്, AS ജിജി, വാർഡ് മെമ്പർമാരായ ഉഷാദേവി, സൗമ്യ ബിജു, ഉഷ ഉണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. എല്ലാ ലോക്കലുകളിലും 50 സെന്റ് ഭൂമി കൃഷിയോഗ്യമാക്കി എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ലോക്കൽ കമ്മിറ്റി ഈ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ്. ഇത് നമ്മൾ താഴോട്ട് എല്ലാ ബ്രാഞ്ചുകളിലേക്ക് നടക്കും. ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ സഖാക്കൾ പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം നടത്തി. കുട്ടികളിൽ ശുചിത്വ അവബോധം വളർത്തുന്നതിനായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പഠനോത്സവത്തിൽ മികച്ച വിദ്യാലയത്തിനുള്ള പുരസ്കാരം ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. വിജയികളായ വിദ്യാർത്ഥികൾക്കും സ്കൂളിനുമുള്ള ഉപഹാരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് കൈമാറി. പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡോ പള്ളിപ്പറമ്പൻ, അക്ഷയ് സന്തോഷ്, AA റഫീഖ്, KG നിത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ കനകമല ജവാൻ നഗറിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചു. സംഘടനാംഗമായ VG സജീവനാണ് ലൈറ്റ് സ്പോൺസർ ചെയ്തത്. രക്ഷാധികാരി ശിവദാസൻ കുഴിക്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് KV അയ്യപ്പൻ, ട്രഷറർ MK രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ എക്സ് സർവീസർമാർ സാറന്മാർക്കും ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ വകയായിട്ട് ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് മുന്നിട്ടിറങ്ങിയ നമ്മുടെ എക്സ് സർവീസ്മാൻ സജീവൻ ചേട്ടന് 1000 അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിച്ചു. കാരണം ഇവിടെ ഒരു പാറാണ്, ഇവിടെ ലൈറ്റ് ഇല്ല. അതുകൊണ്ട് സജീവൻ ചേട്ടൻ ഇന്ന് മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. കനകമലം ഭാഗത്തെ 9ാം വാർഡിലെ നമ്മുടെ ഒരു സോളാർ നമ്മുടെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിലെ വിമുക്തഭടന്മാർ നമ്മുടെ ഈ വാർഡിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതിൽ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള
നമ്മുടെ വാർഡിലെ മെമ്പേഴ്സും മറ്റ് വിമുക്തഭടന്മാരും എല്ലാവരും നമ്മളിവിടെ സാന്നിധ്യമാണ്. നമ്മളൊരു നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നമ്മളുടെ നാടിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനും നമ്മൾ സന്നദ്ധരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇനിയും നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ നമ്മളുടെ ഈ സംരംഭം ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതിൽ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ സന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും നമ്മൾ ഈ എക്സർവീസ്മാൻ കൊടകര പഞ്ചായത്തിലെ പല നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർ വൈകിയെത്തുന്നതായി പരാതി. ചുമയും പനിയും പടരുന്ന സാഹചര്യത്തിൽ അതിരാവിലെ മുതൽ എത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ടി വരുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് തൃശൂർ DMOയ്ക്ക് പരാതി നൽകി. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ശനിയാഴ്ച രാവിലെ 8:15 രോഗികൾക്ക് 9:45 വരെ ഡോക്ടറെ കാത്തുനിൽക്കേണ്ടി വന്നതായാണ് പരാതി. നിലവിൽ 2 ഡോക്ടർമാരുള്ള ആശുപത്രിയിൽ ഒരാൾ പോലും കൃത്യസമയത്ത് എത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചുമയും കടുത്ത പനിയുമായി എത്തുന്ന കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ അവശരായി ആശുപത്രി വരാന്തയിൽ തളർന്നിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. രാവിലെ 8:45 ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണമെന്ന ഉദ്ദേശത്തോടെ ആശുപത്രിയിലെത്തുന്ന രോഗികളെ ഡോക്ടർമാരുടെ അനാസ്ഥ ദുരിതത്തിലാക്കുകയാണെന്ന് പരാതിക്കാരനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ആമ്പലൂർ പാലപ്പിള്ളി റോഡിൽ ആമ്പലൂർ മുതൽ പള്ളിക്കുന്ന് വരെ ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 78% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തു ജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 10 ലക്ഷം രൂപ വരെയുള്ള വാഹന വായ്പകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യപ്രായമുള്ള തൊഴിൽ രഹിതരായവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 0487231556, മൊബൈൽ 9400068508. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. പുതുക്കാട് അരിമ്പൂർ വാഴപ്പറമ്പൻ BP ചാക്കോ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ മേരീസ്, ജോയ്സി, ബ്ലസ്സി, ജോയൽ, ഗ്രേസ് എന്നിവർ മക്കളും വിജോ, മെബിൻ എന്നിവർ മരുമക്കളുമാണ്. ആമ്പലൂർ കിണാശ്ശേരി ശങ്കുണ്ണിയുടെ ഭാര്യ കാർത്യായനി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മോഹൻ, പ്രസന്നൻ, സുഭാഷ്, മധുസൂദനൻ, സുലോചന, ശൈലജ, രാജേശ്വരി എന്നിവർ മക്കളും ജയന്തി, ബിന്ദു, ഷജീന, രമ, ലോഹിതാക്ഷൻ, അനന്തുകൃഷ്ണൻ, ശശി എന്നിവർ മരുമക്കളുമാണ്. വരാക്കര കല്ലൂക്കാരൻ ജോസഫ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ. ഭാര്യ ലീല, ലിജോ, രജി എന്നിവർ മക്കളും ലിമ മരുമകളുമാണ്. ആമ്പലൂർ അളകപ്പ നഗർ വില്ലേജ് കോർട്ട് റോഡിൽ ചിറ്റേഴത്ത് വീട്ടിൽ CKS നാരായണൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 വടൂക്കര ശ്മശാനത്തിൽ. ഭാര്യ രാധ, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ CN വിദ്യാധരൻ, എയർഫോഴ്സിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ CN ശ്രീജിത്ത്, പരേതയായ ശുഭദർശിനി എന്നിവർ മക്കളും മിനി, ശ്രീജ, മനോജ് പുത്തലത്ത് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൽ ജീവൻ പദ്ധതിയുടെ ജലസംഭരണിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലത്തിൽ LDF UDF പോര്. DCC സെക്രട്ടറി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി MLA.
ആരോപണം വ്യാജ പ്രചരണമാണെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ കൊടകര പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കനത്ത നാശം. കൊയ്ത്തിന് പാകമായ നെല്ല് വെള്ളക്കെട്ടിലായതോടെ കർഷകർ ആശങ്കയിൽ. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ നന്ദിപുലത്തെ കാർഷിക മേഖലയിൽ നാശനഷ്ടം. 250 വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആമ്പല്ലൂർ ഏരിയ കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. വിഷുവിന് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ട് CPM അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.